മൈക്കൽ ജാക്സൺ എന്ന പേര് കേൾക്കുമ്പോൾ ലോകത്തിൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ വിസ്മയവും മറ്റൊരു കോണിൽ ഒട്ടേറെ സംശയങ്ങളും ഒരേ സമയം മിന്നിമറയാറുണ്ട്. സംഗീത ലോകത്തെ ഈ അനിഷേധ്യ ചക്രവർത്തിയുടെ ജീവിതം എന്നും പ്രഭാവലയത്താലും വിവാദങ്ങളാലും ചുറ്റപ്പെട്ടതായിരുന്നു. 2009 അദ്ദേഹം വിടവാങ്ങിയെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച ചർച്ചകൾക്ക് ഇപ്പോഴും അറുതി വന്നിട്ടില്ല. ഈ അടുത്ത കാലത്ത് അമേരിക്കൻ കോടതികൾ പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയലുകൾ വീണ്ടും ജാക്സന്റെ പേരിനെ വാർത്താ തലക്കെട്ടുകളിലെത്തിച്ചു. കുപ്രസിദ്ധ കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീൻ്റെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളിൽ മൈക്കൽ ജാക്സന്റെ പേരും ഉൾപ്പെട്ടത് വലിയ കോലാഹലങ്ങൾക്കാണ് വഴിവെച്ചത്. എന്നാൽ ഈ വിവാദങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ വെറുമൊരു വാർത്തയ്ക്കപ്പുറം മൈക്കൽ ജാക്സൺ എന്ന മനുഷ്യൻ നേരിട്ട അഗ്നി പരീക്ഷകളുടെയും അദ്ദേഹം കുട്ടികൾക്കായി നിർമ്മിച്ച സുരക്ഷിത ലോകത്തിൻ്റെയും വിസ്മയിപ്പിക്കുന്ന കഥകളാണ് പുറത്തുവരുന്നത്. ജെഫ്രി എപ്സ്റ്റീൻ്റെ ക്രൂരമായ പ്രവൃത്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലോകമറിഞ്ഞപ്പോൾ അതിൽ പല പ്രമുഖരുടെയും പേരുകളുണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എപ്സ്റ്റീൻ ഫയലുകളിൽ മൈക്കൽ ജാക്സന്റെ ഒരു ചിത്രം ഉൾപ്പെട്ടത് പലരെയും ഞെട്ടിച്ചു. എന്നാൽ ഈ ചിത്രത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ പലപ്പോഴും തമസ്കരിക്കപ്പെടുകയാണ് ചെയ്തത്. ജാക്സന്റെ മുൻ ബോഡിഗാർഡായ മാറ്റ് ഫിഡോസ് ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം വളരെ ശ്രദ്ധേയമാണ്. 2002-2003 കാലഘട്ടത്തിൽ ഫ്ലോറിഡയിലെ പാം ബീച്ചിൽ ഒരു വീട് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് മൈക്കൽ ജാക്സൺ എപ്സ്റ്റീൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു വസ്തു സന്ദർശിച്ചത്. അക്കാലത്ത് എപ്സ്റ്റീൻ ഒരു കൊടും കുറ്റവാളിയായിരുന്നെന്നോ അല്ലെങ്കിൽ അയാളുടെ അധോലോക പ്രവർത്തനങ്ങളെക്കുറിച്ചോ ആർക്കും അറിവുണ്ടായിരുന്നില്ല. ഈ ഒരു ഹ്രസ്വ സന്ദർശനത്തിനിടയിൽ എടുത്ത ചിത്രം മാത്രമായിരുന്നു അത്. ഈ ഫയലുകളിൽ ഉൾപ്പെട്ടത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റവാളിയാകുന്നില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ബിൽ ക്ലിൻ്റൺ, ഡയാന റോസ് തുടങ്ങിയ പ്രമുഖരുടെ ചിത്രങ്ങളും ഇതേ ഫയലുകളിൽ ഉണ്ടായിരുന്നു. ഇത് ജാക്സന്റെ സാന്നിധ്യത്തെ സ്വാഭാവികമായ ഒരു യാദൃച്ഛികതയായി കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. മൈക്കൽ ജാക്സന്റെ സ്വപ്നഭൂമിയായിരുന്ന നെവർലാൻഡ് റാഞ്ച് എന്നും ലോകത്തിന് ഒരു അത്ഭുതമായിരുന്നു. ഒരു സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്ക് എന്നതിനേക്കാൾ അത് കുട്ടികൾക്കായുള്ള ഒരു അഭയസ്ഥാനമായിരുന്നു എന്നാണ് പുതിയ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത്. സിനിമ, സംഗീത വ്യവസായത്തിലെ പല ഇരുണ്ട വശങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് കുട്ടികളെ വേട്ടയാടുന്ന ലൈംഗിക കുറ്റവാളികളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു കവചമായിട്ടാണ് ജാക്സൺ നെവർലാൻഡിനെ കണ്ടിരുന്നതെന്ന് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. വിനോദ വ്യവസായത്തിലെ ഇൻഡസ്ട്രി റെജീം എന്ന് വിളിക്കപ്പെടുന്ന അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് കുട്ടികളെ അകറ്റി നിർത്തി അവർക്ക് അവരുടെ ബാല്യം ആസ്വദിക്കാൻ ജാക്സൺ ഒരുക്കിയ ഇടമായിരുന്നു ഇത്. തൻ്റെ കുട്ടിക്കാലം പിതാവായ ജോ ജാക്സന്റെ കടുത്ത നിയന്ത്രണങ്ങളിലും പീഡനങ്ങളിലും ഹോമിക്കപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്നാണ് കുട്ടികൾക്കായി ഇത്തരമൊരു ലോകം സൃഷ്ടിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. ഈ വാദങ്ങളെ ശരിവെക്കുന്ന ഏറ്റവും വലിയ തെളിവുകളിലൊന്ന് ഹോം എലോൺ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ മക്കൗലി കൾക്കിൻ്റെ പ്രസ്താവനകളാണ്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ജാക്സന്റെ ഏറ്റവും വലിയ വക്താവാണ് കർക്കിൻ. നെവർലാൻഡിൽ താൻ ചെലവഴിച്ച നിമിഷങ്ങൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ കാലഘട്ടമായിരുന്നുവെന്ന് കർക്കിൻ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. മറ്റ് ഇരപിടിയന്മാരായ മനുഷ്യരിൽ നിന്ന് തന്നെ സംരക്ഷിച്ചത് ജാക്സൺ ആണെന്നും കർക്കിൻ സാക്ഷ്യപ്പെടുത്തുന്നു. 1993-ലും 2003-ലും ജാക്സനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ വ്യവസായ ലോകത്തെ ഉന്നതർക്കെതിരെ അദ്ദേഹം സംസാരിച്ചതിനുള്ള പ്രതികാരമായിരുന്നു എന്നൊരു നിഗമനം ആരാധകർക്കിടയിലുണ്ട്. ജാക്സന്റെ സ്വാധീനം ഭയന്ന പലരും അദ്ദേഹത്തെ തകർക്കാൻ കരുതിക്കുട്ടി മെനഞ്ഞെടുത്ത തിരക്കഥകളായിരുന്നു ആ ആരോപണങ്ങളെന്ന് വിശ്വസിക്കുന്നവർ ഇന്നും കുറവല്ല. കുറ്റാരോപണങ്ങൾ നേരിട്ട വേളയിൽ ജാക്സൺ ലോകത്തോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും പ്രസക്തമാണ്. തന്നെ ഒരു കുറ്റവാളിയായി മുദ്രകുത്തുന്നതിന് മുമ്പ് തൻ്റെ ഭാഗം കൂടി കേൾക്കാൻ അദ്ദേഹം അപേക്ഷിച്ചു. കുട്ടികളെ സഹായിക്കാൻ വേണ്ടി മാത്രം ജീവിച്ച തനിക്ക് അവരെ ഉപദ്രവിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു ആ ആരോപണങ്ങളെന്ന് അദ്ദേഹം വേദനയോടെ ഓർത്തെടുത്തു. തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏത് പരീക്ഷണത്തിലൂടെയും കടന്നുപോകാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ കഷ്ടപ്പാടുകൾ കാണുമ്പോൾ തൻ്റെ കണ്ണുകൾ നിറയാറുണ്ടെന്നും താൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ കുട്ടികളെ സഹായിക്കാനായി തൻ്റെ സർവ്വതും നൽകാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വലിയ കലാകാരൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ഈ വാക്കുകൾ വികാരനിർഭരമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ചർച്ചയായപ്പോൾ മൈക്കൽ ജാക്സന് പിന്തുണയുമായി ആയിരക്കണക്കിന് ആളുകളാണ് രംഗത്തെത്തിയത്. തൻ്റെ പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങിയ വേദനകൾ മറ്റൊരു കുട്ടിക്കും ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കുട്ടികളുടെ സംരക്ഷകനായതെന്നും പലരും അഭിപ്രായപ്പെടുന്നു. ക്വിൻസി ജോൺസിന് തൻ്റെ മകനെ വിറ്റ പിതാവിൻ്റെ തണലിൽ നിന്ന് വളർന്ന ജാക്സന് കുട്ടികളുടെ വേദനകൾ മറ്റാരേക്കാളും നന്നായി അറിയാമായിരുന്നു. വരും തലമുറ ജാക്സനെ ഒരു വേട്ടക്കാരനായല്ല, മറിച്ച് പല കുട്ടികളെയും രക്ഷിച്ച ഒരു ഹീറോ ആയിട്ടായിരിക്കും കാണുക എന്ന് ആരാധകർ വിശ്വസിക്കുന്നു. ഹോളിവുഡിലെയും സംഗീത ലോകത്തെയും പല അഴുക്കുകളും പുറത്തു വരുമ്പോൾ ജാക്സൺ വെറുമൊരു ഇര മാത്രമായിരുന്നു എന്ന സത്യം കൂടുതൽ വ്യക്തമാവുകയാണ്. മൈക്കൽ ജാക്സൺ എന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ കേവലം മാധ്യമ വാർത്തകൾ മാത്രം പോരാ, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും അദ്ദേഹം നേരിട്ട പീഡനങ്ങളും വിശകലനം ചെയ്യേണ്ടതുണ്ട്. എപ്സ്റ്റീൻ ഫയലുകൾ പോലെയുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ വസ്തുതകളെ വികാരങ്ങളിൽ നിന്ന് വേർതിരിച്ച് കാണേണ്ടത് അത്യാവശ്യമാണ്.
ജാക്സനെതിരെയുള്ള പല ആരോപണങ്ങളും വർഷങ്ങൾക്ക് ശേഷം കോടതികളിൽ തള്ളപ്പെട്ടതും കൾക്കിനെ പോലെയുള്ളവരുടെ ഉറച്ച നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു വശം നമുക്ക് കാണിച്ചു തരുന്നു. അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നോ അതോ സാധാരണക്കാരനായിരുന്നോ എന്നതിലുപരി കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം നിസ്വാർത്ഥമായിരുന്നു എന്ന് വിശ്വസിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. ചുരുക്കത്തിൽ മൈക്കിൾ ജാക്സന്റെ ജീവിതം പ്രകാശവും നിഴലും കലർന്ന ഒരു വലിയ ക്യാൻവാസാണ്. അതിലെ കറുത്ത പുള്ളികൾ മാത്രം നോക്കി ആ ചിത്രത്തെ വിലയിരുത്തുന്നത് നീതിയല്ല. നെവർലാൻഡ് റാഞ്ച് ഒരു ഭീകരമായ ഇടമായിരുന്നു എന്ന പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ ഇന്നും ആ പഴയ കുട്ടികൾ മുന്നോട്ട് വരുന്നത് ജാക്സന്റെ വിജയമാണ്. എപ്സ്റ്റീൻ ഫയലുകൾ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നോ അതോ വെറുമൊരു റെക്കോർഡ് മാത്രമായിരുന്നോ എന്നതിനേക്കാൾ പ്രധാനം ജാക്സൺ എന്ന മനുഷ്യൻ ലോകത്തിന് നൽകിയ സ്നേഹവും സന്ദേശവുമാണ്. സത്യം എന്നും മൂടിവെക്കപ്പെടില്ല എന്ന വിശ്വാസത്തോടെ വരും കാലം മൈക്കിൾ ജാക്സന് അർഹമായ നീതി നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.